സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ രക്ഷപ്പെടാനുള്ള അഞ്ചാമത്തെ കാര്യം തസ്ബീഹ് വർദ്ധിപ്പിക്കുക. തസ്ബീഹ് വർദ്ധിപ്പിച്ചാൽ അയാളുടെ ഖബർ പ്രകാശിക്കും, അയാൾക്ക് ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല. ഇത് പറയുമ്പോൾ നമുക്ക് തോന്നും, അല്ലാ ഇനിയിപ്പോൾ പുതിയ കുറേ തസ്ബീഹ് ഉസ്താദ് പറയോ? ആ ബേജാറൊന്നും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാ ദിവസവും 1000 നന്മ വാരിക്കൂട്ടിക്കൂടെ? 1000 എപ്പോഴും ഡെയിലിയോ? വീക്കാണ്, അത് നടക്കില്ല. ഏതെങ്കിലും ഒരു ദിവസം കുത്തിയിരുന്നിട്ട് 1000 കൂലി വാങ്ങണ്ട, എന്തെങ്കിലും നന്മ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. ഇതെല്ലാ ദിവസവും 1000 നന്മ. അപ്പൊ തങ്ങൾ സിമ്പിളാക്കി കൊടുക്കും. നോക്കണം, തങ്ങൾ പറയാ ഇതൊക്കെ എല്ലാ ദിവസവും ഒരു 100 തസ്ബീഹ് അല്ല, അത് കഴിയും, പ്രശ്നമില്ലല്ലോ. ഇല്ല, ഒന്നിന് ഇസ്ലാം 10 അല്ലേ കൂലി തരിക? അതെ, 100 × 10 1000. അപ്പോൾ 100 തസ്ബീഹ് അല്ലെന്നതിനെന്താ? അപ്പോൾ ഒരു 100 തസ്ബീഹ് എപ്പോഴും ചെല്ലണം. ഇത് പറയുമ്പോഴും നമുക്ക് ടെൻഷൻ തുടങ്ങും. 100 തസ്ബീഹ് എപ്പം ചെല്ലാൻ? തറാവി എന്നെ 3 തസ്ബീഹ് ചെല്ലാണ്ട തല പൊന്തിക്കുന്നു. അതിൻ്റെ മറുപടി, എല്ലാ നിസ്കാര ശേഷവും നമുക്ക് 33 സുബ്ഹാനല്ലാഹ് എല്ലാം ഇല്ലേ, ദെൻ അൽഹംദുലില്ലാ, പിന്നീട് അല്ലാഹു അക്ബർ, പിന്നെ 100 പൂർത്തിയാക്കുന്ന ദിക്റും ഇല്ലേ. അപ്പം 100 ദിക്റായില്ലേ, × 10 1000. ഇത് മഗ്‌രിബ് അടക്കമുള്ള ഏത് വക്തിനും സുന്നത്തില്ലേ? ഉണ്ട്. അപ്പം 5000 കൂലിയായില്ലേ. ഉറങ്ങാൻ നേരത്തും ഇത് ചൊല്ലൽ സുന്നത്തില്ലേ? 100 പൂർത്തിയാക്കാൻ 34 അല്ലാഹു അക്ബർ ഉണ്ട്, 1000. 6000 നന്മ എല്ലാ ദിവസവും. അക്കൗണ്ട് ബുക്ക്, ഡേ ബുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ 1000 അല്ല 6000 വരുമാനം എഴുതി വെക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ആഖിറത്തിൽ പരാജയപ്പെടുക? നിങ്ങൾ തന്നെ പറയും. ഇയാളെ 7 പുസ്തകത്തിൽ എല്ലാ ദിവസവും അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ 6000 വരുമാനം. എന്നിട്ട് ആ പേജ് മറിച്ചിട്ട് പിറ്റേന്ന് ബുധൻ ഓപ്പണിംഗ് ബാലൻസ് കണ്ട, എല്ലാ ദിവസവും 6000 വരുമാനം. വളരെ സിമ്പിളല്ലേ? 86,400 സെക്കൻഡിൻ്റെ പേരാണ് 24 മണിക്കൂർ എന്നുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഒരു 6000 കൂലി വാങ്ങാൻ നിസ്കാര ശേഷമുള്ള 33 സുബ്ഹാനല്ലാഹും ഉറങ്ങാൻ നേരത്തുള്ളതും ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ വയലിൻ്റെ സദസ്സ് മുതലായി. ഇല്ലെങ്കിൽ നല്ല വാളിട്ടാ മൂപ്പരെന്നെ നാളെ വരുന്നത്, മൂപ്പര് കൊണ്ടുവന്നാലോ, മൂപ്പരെന്നെ ആദ്യമായിട്ടാണ് കേൾക്കണത് എന്ന കമൻറ്റ് മാത്രം ബാക്കിയായി പോകും. വേറെ പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല. മാഷാ അല്ലാഹ് തബാറകല്ലാഹ് എന്ന കമന്റ് ബോക്സ് നിറയും എന്നല്ലാതെ വേറെ ബെനിഫിറ്റ് ഒന്നും നമുക്ക് കിട്ടാനില്ല. ലൈസല്ലിൽ മുമാഹുഫിൽ, പോയിന്റ് ബേസ്ഡ് ആയിട്ടുള്ള വിവരങ്ങളും അക്ഷരങ്ങളുമല്ല അറിവ്. അറിവെന്ന് പറഞ്ഞാൽ വഇന്നമൽ ഇൽമു മാ നുഫിഅ, അത് ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അറിവാവുക. എടാ, ഖബറിൽ രക്ഷപ്പെടാനുള്ള 6 വഴികൾ പറഞ്ഞില്ലേ? 6 വഴി മൂപ്പര് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, മറ്റേ ആൾ സ്റ്റാറ്റസ് ആക്കുന്നു, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് പോകുന്നു, തീരുന്നു. മുതലായി വയൽ, മുതലായി. എങ്ങനെയുണ്ട് വയൽ? എങ്ങനെയുണ്ട് വയൽ? പോരാ, ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു 18ലോ 19ലോ 20-ാം വയസ്സിലോ ഈ തെരുവുകളിൽ നിന്നെങ്ങാനും വല്ല അപകടത്തിലും പെട്ട് മരിക്കുന്ന ഒരു പയ്യൻ ആഖിറത്തിലെത്തിയാൽ എന്താ വായിക്കുക? 20-ാം വയസ്സിലാണ് ഞാൻ മരിച്ചത്. അതെനിക്കറിയാലോ, ഏട് വായിക്കടോ. 15-ാം വയസ്സിൽ പ്രായപൂർത്തിയായിട്ടുണ്ട്. 5 കൊല്ലം കൊണ്ട് ചെയ്തു തീർത്ത കർമ്മങ്ങൾ. അത് കിട്ടട്ടെ, വയ്യോ. റീസെൻ്റ് ആയ കാര്യങ്ങൾ ആദ്യം വായിക്കും. 8,48,236 വീഡിയോസ് യൂട്യൂബും ഇൻസ്റ്റ റീൽസ് വഴി കണ്ടു. വേറെ നമ്മളെ തലമുറ വായിക്കുക. പെർ ഡേ ഓരോ ദിവസം വെച്ച് 200-300 റീൽസുകളാ പിള്ളേര് കണ്ടുകൊണ്ടിരിക്കണത്. തൽക്കാലം പെണ്ണിനോടുള്ള ചാറ്റിങ് നിർത്തിയിട്ടാണല്ലേ റമദാൻ കഴിഞ്ഞിട്ടാക്കാം ധിക്കാരെന്നല്ലാതെ. റമദാനിൽ എന്താ മോനെ ചെയ്യാത്ത? എന്തിനാ റമദാൻ കഴിയാൻ കത്തുക്കണത്? അവന്റെ തൗബ തന്നെ സ്വീകരിക്കൂല. കാരണം എന്തേ? അവൻ തെറ്റ് പിന്നീട് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടാ റമദാനെ സ്വീകരിക്കണത്. ഓനിക്കെന്ത് റമദാന്?
ബാക്കി നമുക്ക് റമദാൻ കഴിഞ്ഞിട്ടാക്കാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനല്ല, എല്ലാ ദിവസവും 33 സുബ്ഹാനല്ലാഹ് ചൊല്ലുന്ന ഒരു മോനെ ഈ മൊബൈലിൽ ഹറാം ചെയ്യും. എല്ലാ ദിവസവും ഉറങ്ങാൻ നേരത്ത് ഒന്നു കൊടുക്കുന്ന ഒരു കൂട്ടുകാരൻ ഈ മൊബൈലിൽ തെറ്റ് ചെയ്യോ? അവൻ്റെ 2 കരങ്ങൾക്ക് തന്നെ ശുദ്ധിയില്ലേ? വെള്ളം കൊണ്ടല്ല, ആത്മീയ ഭാവം കൊണ്ട് അവൻ തെറ്റ് ചെയ്യോ? ഇല്ലല്ലോ. അങ്ങനെ എല്ലാ നേരത്തും 33 എല്ലാ ദിവസവും ഉറങ്ങാൻ നേരത്തെ വെച്ചില്ല. അങ്ങനെ തസ്ബീഹ് അധികരിപ്പിക്കുന്ന ആളാവും. 5-ാമത്തേതാണ്, ലാസ്റ്റ് പോയിന്റ് പറഞ്ഞ് ഇന്നത്തെ സംസാരം അവസാനിപ്പിക്കുക. മീസാനിൽ കനം തൂങ്ങുന്ന അമല് കൂടി പറയണമെന്ന് ഞാൻ കരുതിയിരുന്നു. ഇൻഷാ അല്ലാഹ് ആയുസ്സുണ്ടെങ്കിൽ നമുക്ക് നാളെ അത് പറയേണ്ടതുണ്ട്. ഖബർ രക്ഷപ്പെടാൻ, ഖബർ വെളിച്ചമാവാൻ 6-ാമത്തെ കാര്യം എന്താണ്?